ഇന്ന് 27ാമത്തെ ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഗമം. അതുപോലെ തന്നെ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു മഹാസംഗമം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വനിതകൾ ഇവിടെ ആവശ്യപ്പെടുന്നത് വേതന വർധനവും അതുപോലെയുള്ള ആവശ്യങ്ങളാണ്. അവരുടെ ജീവനോപാധിയായ ഈ ഒരു തൊഴിൽ അവർ മാക്സിമം വർക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു തൊഴിൽ ആ ഒരു വേതനമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഈ ഒരു 27ാമത്തെ ദിവസം ഈ ഒരു സമരം പുരോഗമിക്കുമ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കാൻ സർക്കാർ തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമ്മുടെ കൂടെ ഈ ഒരു സമരത്തിന്റെ ഒരു പ്രതിനിധി ചേരുകയാണ് ആശാ വർക്കർമാരുടെ. അവരോട് തന്നെ നമുക്ക് വിവരങ്ങൾ ചോദിക്കാം. ഇപ്പൊ 27ാമത് ദിവസമായി ഒരു സമരം തുടങ്ങിയിട്ട് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. സർക്കാർ നമ്മളെ വിളിക്കും, ചർച്ച ചെയ്യും, നമ്മുടെ ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇനിയും ഈ ഒരു ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങും. അത് അങ്ങനെ തന്നെയാണ്. നമ്മള് ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഇവിടെ സമരത്തിൽ ഞങ്ങൾ ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അതാണ് ഈ 27ാമത്തെ ദിവസവും ഞങ്ങൾ തുടർന്നു പോകുന്നത്. നമുക്ക് ഇത് എന്തെങ്കിലും സർക്കാരിന് ഒത്തിരി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. നമ്മുടെ വേതനം വർദ്ധിപ്പിക്കണം. അത് മിനിമം വേതനം എന്നുള്ളത് ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ്. അത് ആവശ്യപ്പെട്ടു. വിരമിക്കൽ ആനുകൂല്യം പല സ്റ്റേറ്റുകളിലും കൊടുക്കുന്നുണ്ട്. അത് 62 വയസ്സായി പിരിഞ്ഞു പോകുമ്പം ആശമാരുടെ ജീവിതത്തിനൊരു സുരക്ഷിതത്വം വേണ്ടേ, എന്തെങ്കിലും ഒരു സാമ്പത്തിക സുരക്ഷിതത്വം. അപ്പൊ അതുണ്ടാകണം. അപ്പൊ ആ കാര്യങ്ങൾ സർക്കാർ ഗൗരവപൂർവ്വം എടുക്കുമെന്നും അതിന് പരിഹാരം കാണുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കോവിഡ് കാലത്ത് അത്രയും പുകഴ്ത്തിയ സർക്കാരാണ്, പുകഴ്ത്തിയതല്ല, നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ ആ ഒരു സർക്കാരാണ് ഇപ്പോഴിതാ നിങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ഈ ഒരു സാഹചര്യത്തിലേക്ക് കൂടെ കടന്നിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും കോവിഡ് കാലത്ത് ആശാ വർക്കർമാരുടെ സേവനത്തെ അങ്ങേയറ്റം വിലമതിച്ച ആളുകളാണ് സർക്കാരും സർക്കാർ സംവിധാനങ്ങളെല്ലാം. ഇനിയും അങ്ങനെ തന്നെ വിലമതിക്കപ്പെടേണ്ടുന്നവരാണ്. കാരണം അത്തരത്തിലുള്ള സേവനമാണ് ആശാ വർക്കർമാർ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അത് സർക്കാർ ഗൗരവത്തിലെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സമരം 27ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമരം ശക്തമായി തന്നെ അവർ പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. 27ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ഇവിടെ മഹാസംഗമത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. വനിതാ സംഘവുമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ അത്രയും വനിതകൾ, അത്രയും ആശാപ്രവർത്തകർ മാത്രമല്ല ഇന്ന് ഈ ഒരു സമരത്തിന് മുന്നോടിയായി വന്നിരിക്കുന്നത്. നിരവധി സംഘടനകൾപ്പെട്ട ആൾക്കാർ കൂടി ഈ ഒരു സമരത്തിലേക്ക് അണിചേർന്നിരിക്കുകയാണ്. വനിതകൾ തന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി ആ ഒരു സമരത്തിലേക്ക് 27ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോഴും ഇവിടെ ഇതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നില്ല. സർക്കാർ ഇവരെ തിരിഞ്ഞു നോക്കാത്ത ഈ ഒരു സാഹചര്യമാണുള്ളത്. തന്റെ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവരുടെ ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ നൽകുക, അങ്ങനെ അവരുടെ ജീവനോപാധി, തങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള അവരുടെ നിത്യ ചെലവിനുള്ള തുകയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല.